ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കളേഴ്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. കളേഴ്സ് UI ഡിസൈനിലെ ഒരു മെയിനായിട്ടുള്ള ഒരു ഘടകമാണ്. കളറില്ലാതെ ഒരിക്കലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ഫില്ലിനെ കുറിച്ചും സ്റ്റോക്കിലും ഫില്ലിലും എങ്ങനെ കളർ ആഡ് ചെയ്യാമെന്നതിനെക്കുറിച്ചുമായിരിക്കും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യം റെക്റ്റാങ്കിൾ എടുത്ത് ഇതുപോലെ വരച്ചു. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് നമുക്ക് ഗ്രേ കളർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കളർ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഫില്ലിൽ വരിക, ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു കളർ പിക്കറിൻ്റെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. ഫസ്റ്റ് ഓപ്ഷൻ കാണിക്കുന്നത് സോളിഡ് ഫില്ലാണ്. രണ്ടാമത് ഗ്രേഡിയൻ്റ് ഉണ്ട്. മൂന്നാമതൊരു പാറ്റേൺ ഉണ്ട്. പിന്നെ ഇമേജ് ഇമ്പോർട്ട് ചെയ്യുന്നതും പിന്നെ വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നതും. നമുക്ക് ആദ്യം സോളിഡ് നോക്കാം. സോളിഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡീഫോൾട്ടായിട്ട് ഓപ്പൺ ആയി കിടക്കുന്നത് സോളിഡ് ആയിരിക്കും. തൊട്ട് താഴെ നമുക്ക് ഇത്രയും ഒരു കളറിൻ്റെ ഒരു കളർ പിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇതുപോലെ കാണാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇതിന് പിക്ക് ചെയ്യാം. തൊട്ട് താഴെ നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു ടോഗിൾ ബാർ ഇതുപോലെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കളർ മാറുന്നത് കാണാം. ഇവിടെ നമുക്കതിൻ്റെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ട് നമ്മൾ കളറിൻ്റെ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പാസിറ്റി കുറയുകയും കൂടുകയും ചെയ്യുന്നത് കാണുന്നില്ലേ? പക്ഷേ നമ്മൾ അങ്ങനെ മാറ്റുമ്പോൾ അതിവിടെ സംഭവിക്കുന്നില്ലല്ലോ. ഇനി ഈ റെക്റ്റാങ്കിൾ നമുക്ക് കളർ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നമുക്കിവിടെ പിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ പിക്ക് ചെയ്യുന്നത് ആ കളർ ഇവിടെ ആഡ് ആവും. ഇനി താഴെ വന്നിട്ട് ഇതിന് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇത് നീങ്ങുന്നതനുസരിച്ച് റെക്റ്റാങ്കിളിലെ കളർ നിങ്ങൾക്ക് മാറുന്നത് അറിയാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്നതാണ്. തൊട്ട് താഴെ ഉള്ളത് ഈ സോളിഡ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് കളർ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലോ നമ്മുടെ റെക്റ്റാങ്കിളിലോ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സോളിഡ് കളർ. ഇപ്പോൾ ടെക്സ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഈ ടെക്സ്റ്റിൽ നമുക്കൊരു കളർ ആഡ് ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്തപോലെ തന്നെയാണ് ഫില്ലിൽ വരിക. നമുക്ക് ഏതെങ്കിലും ഒരു കളർ ഇവിടെ നിന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്കിവിടെ HEX, RGB, CSS, HSP അങ്ങനെ കുറച്ച് കളേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന HEX, RGB ആൻഡ് HSL ഇത് മൂന്നായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ HEX സെലക്ട് ചെയ്യൂ. രണ്ട് കളർ ഞാനിവിടെ കൊടുത്തത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ RGB സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി HSL സെലക്ട് ചെയ്യാം. എന്നാലും നമുക്കിവിടെ കളർ ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളിവിടെ RGB, HEX ഇതിങ്ങനെ മാറുന്നതനുസരിച്ച് നോക്കിയിട്ട് ഇവിടെ നമ്മൾ ഈ കളർ പിക്കറിൽ കളർ മാറുന്നത് കണ്ടില്ലേ? അതുപോലെ തന്നെ നമ്മൾ HEX സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കളറിൻ്റെ വാല്യൂ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ? പിന്നെ RGB സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 കളർ, റെഡ്, ഗ്രീൻ, ബ്ലൂ, ഇത് ഓപ്പോസിറ്റിയാണ്. അങ്ങനെ 3 കളറിൻ്റെ വാല്യൂ ഇവിടെ കാണിക്കും. പിന്നെ HSL ഹ്യൂ, സാച്ചുറേഷൻ, ലൈറ്റ്നെസ് ആണ്. അത് ഇതുപോലെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ കളേഴ്സിൻ്റെ തിയറി പാർട്ടിലേക്ക് നമ്മൾ ഒരുപാട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ HEX RGB സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സോളിഡ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് കളറായിരിക്കും. ഓക്കെ, നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്രാൻഡിന് ഒരു കളർ കാണും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസൈന് ഇന്ന കളർ കോഡാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബ്രാൻഡ് ഡിസൈനർ നമുക്കൊരു കളർ കോഡ് പ്രൊവൈഡ് ചെയ്യും. ആ കളർ കോഡ് നമ്മൾ HEX ആണെങ്കിൽ നമ്മളത് ഇവിടെ പേസ്റ്റ് ചെയ്യും. RGB ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇവിടെ 3 നമ്പേഴ്സായിട്ട് തരണത് അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യും. പിന്നെ HCL ആണെങ്കിൽ അതുപോലെ ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കളർ ഇവിടെ റിഫ്ലക്റ്റ് ആവും. ഫോർ എക്സാമ്പിൾ RGBയിൽ എനിക്കിവിടെ ഒരു 25, 76, 32 ആണെങ്കിൽ നമുക്ക് അവിടെ ഈ കളറായി ഇവിടെ റിഫ്ലക്റ്റ് ആയി. അത് ഇവിടെ ഈ കളർ പിക്കറിൽ സെലക്ട് ആയിട്ടുണ്ട്, അതിവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ബ്രാൻഡ് ഡിസൈനർ ഒരു കളർ വാല്യൂ ആണ് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ RGB HEX HSL ആയിരിക്കും. അത് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് ആ കളർ
ആ കളർ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി വരുന്നത് ഗ്രേഡിയൻ്റ് ആണ്. ഗ്രേഡിയൻ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ലൈൻ ഇതിൽ സെൻറ്ററിൽ കൂടെ പോയിട്ടുണ്ട്. ഒരു 2 നോഡ് പോലെ അല്ലേ, ഒരു ബോക്സ് പോലത്തെ ഒരു കളർ പിക്കർ ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇവിടെ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ വന്നത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇവിടെയും അഡ്ജസ്റ്റ് ആവുന്നുണ്ട് അല്ലേ. നമ്മൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ആ കളർ മാറുന്നുണ്ടല്ലേ. ഇത് ഗ്രേഡിയൻറ്റിൽ വരുമ്പോൾ ലീനിയർ കാണും, റേഡിയൽ ഉണ്ടാവും. റേഡിയൽ നോക്കിക്കോണം. റേഡിയൽ ആണെങ്കിൽ അതിന് ഗ്രേഡിയൻ്റ് നടുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ലീനിയർ ആവണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പിന്നെ ആംഗുലർ ഉണ്ടായിരിക്കും, ഡയമണ്ട് ഉണ്ടായിരിക്കും. ആംഗുലറും ഡയമണ്ടും അപൂർവം ഘട്ടത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലീനിയറും റേഡിയലും ആയിരിക്കും. ഇനി ഈ ലീനിയറിൻ്റെ ഇടയിൽ ഈ ലീനിയർ നമ്മൾ സെലക്ട് ചെയ്തല്ലോ, ഈ ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കളർ മാറ്റണമെങ്കിൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ വരെ ഇവിടെ വന്നതിന് ശേഷം നമുക്കിവിടെ ഇഷ്ടമുള്ള കളർ ഇതുപോലെ സെലക്ട് ചെയ്യാം. ഇതുപോലെ താഴത്തെ ഈ കളർ നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇഷ്ടമുള്ള നമ്പർ ഇങ്ങനെ സെലക്ട് ചെയ്യുക. നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നും കളർ മാറ്റാം. അതല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ, അതായത് ഈ കളർ പിക്കർ ബോക്സ് തന്നെ നമ്മൾ ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കളർ സ്വാച്ചസിൻ്റെ ഒരു കളറിൻ്റെ നമുക്കിതുപോലെ കളർ പിക്കറിൻ്റെ ബോക്സ് ഓപ്പൺ ആയി വരും. അത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വേറൊരു ബോക്സ് വരും. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഗ്രേഡിയൻറ്റിൽ ഇതിന് സെൻറ്ററിൽ നമുക്ക് വേറൊരു കളർ ആഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് മൗസിൻ്റെ കേഴ്സർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിവിടെ വന്നതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ ഇഷ്ടമുള്ള കളർ ഇതുപോലെ ആഡ് ചെയ്യാം. ഒരു കളറും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വരിക, അല്ലെങ്കിൽ ഇവിടെ വരിക. ഇവിടെ വന്നതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ വേറൊരു കളർ അവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് കണ്ടില്ലേ, വേറൊരു കളർ അവിടെ ആഡായി. ഇനി അതിൻ്റെ റേഡിയൽ കൊടുക്കുകയാണ്. കണ്ടില്ലേ, നമുക്ക് ഇതുപോലെ റേഡിയൽ കളർ കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ വേണ്ടി സാധിക്കും. ഈ പോർഷനിൽ നിന്ന് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു കളറിനെ നമുക്ക് പിക്ക് ചെയ്തിടണം. ഈ കളർ എനിക്ക് ഇതിലും വേണം, ഈ കളർ നമുക്ക് ഈ റെക്റ്റാങ്കിളിലും വരണം. അപ്പോൾ അതിനായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഒന്നെങ്കിൽ നമ്മൾ ഫില്ലിൽ പോവുക. അതിനുശേഷം ഈ സാമ്പിൾ കളർ ഒന്ന് പിക്ക് ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കളർ ഇവിടെ സെലക്ട് ആവും. ഈ കളറാണ് നമുക്ക് ഇതിൽ വരണമെങ്കിൽ, നമുക്ക് ഏത് കളർ വരണമെങ്കിൽ ആദ്യം ബ്ലാക്കിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സാമ്പിൾ കളറിൽ പോയതിനു ശേഷം ഇതിനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ നമുക്ക് ഈ ബ്ലാക്കിലേക്ക് അപ്ലൈ ആവും. ഇനി ഇതിൻ്റെ ഷോർട്ട് കട്ടുണ്ട്. ഈ ബ്ലാക്കിനെ ഞാൻ സെലക്ട് ചെയ്തു. ഈ കളർ എനിക്ക് ഈ ബ്ലാക്കിൽ വരണം. അപ്പോൾ ഞാൻ ആദ്യം ഈ ബ്ലാക്കിനെ സെലക്ട് ചെയ്തു. ഷോർട്ട് കട്ട് ഐ ആണ്. ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇതിനെ ക്ലിക്ക് ചെയ്യുന്നു, ഷോർട്ട് കട്ട് ഐ ക്ലിക്ക് ചെയ്യുന്നു, കളർ പിക്ക് ചെയ്യുന്നു, കളർ ഇവിടെ അപ്ലൈ ആയിക്കഴിഞ്ഞു. ടെക്സ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഷോർട്ട് കട്ട് ഐ ക്ലിക്ക് ചെയ്യുന്നു, കണ്ടില്ലേ, ടെക്സ്റ്റ് നമുക്ക് അപ്ലൈ ആയി. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇമേജിനൊന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. അതിന് ഫില്ലിൽ പോവുക, ക്ലിക്ക് ചെയ്യുക, ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ഇമേജ് അപ്ലോഡ് ചെയ്യുകയാണ്. ഞാനൊരു ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. ഇമേജ് ആയിട്ടുണ്ട്. ഈ ഇമേജ് അപ്ലോഡ് ആയതിനു ശേഷം ഇനി ഞാനിവിടെ ഇവിടെ പ്ലസ്സിൽ വന്നിട്ട് ആഡ് ഫില്ല് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ കളർ ആഡ് ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു കളർ ഇവിടെ വന്ന് അപ്ലൈ ആയതുണ്ടോ. ഞാൻ ഒന്ന് ഒപ്പാസിറ്റി ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു കളർ ആഡായി, അതിൻ്റെ ബാക്ക് ഇമേജും ഉണ്ട്. അപ്പിയറൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലെൻഡിങ് ഓപ്ഷൻ കിട്ടും. നമുക്കിതിൽ നമുക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഓരോന്നും സെർച്ച് ചെയ്ത് നോക്കുക. അതുപോലെ ഇനി ഞാൻ ഈ കളർ ഫില്ലിൽ നിന്ന് സെലക്ട് ചെയ്യണം. കോൺട്രാസ്റ്റ് ചെക്കിംഗ് ആണ്. കോൺട്രാസ്റ്റ് ചെക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഫിഗ്മയിലുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ വെറുതെ ഒരു ലെറ്റർ ഇവിടെ ടൈപ്പ് ചെയ്ത് വയ്ക്കുകയാണ്.
ഞാൻ ഇവിടെ ലെറ്റർ ടൈപ്പ് ചെയ്ത് വെച്ചു. ഞാൻ അപ്പോൾ എന്നിട്ട് ഞാൻ അതിന് ഈ ഒരു കളർ കൊടുത്തു. ഈ ഒരു കളർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു ഡബിൾ എ കാണിക്കുന്നുണ്ടല്ലേ, അത് കോൺട്രാസ്റ്റ് സ്റ്റാൻഡേർഡ് നോട്ട് മെറ്റ് എന്ന ഇത് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഒരിക്കലും മെറ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അതായത് ഇത് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു UI ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കാണിക്കണം. അപ്പോൾ അതിന് ഇവിടെ തൊട്ടടുത്ത് കോൺട്രാസ്റ്റ് സെറ്റിങ്സ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ 4.5:1 ആണ് എസെൻഷ്യൽ, 7:1 ആണ് ഹയസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ കോൺട്രാസ്റ്റ് സെറ്റ് ചെയ്യണത് ജസ്റ്റ് ഈ ഡബിൾ എ കാണിക്കുന്നില്ല, അതിൽ പോയി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കോൺട്രാസ്റ്റ് സെറ്റായി കഴിഞ്ഞു. ഇനി ഞാനതിനെ ഇപ്പോൾ ഞാൻ റെഡിലാണ് ഈ കളർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രാഫിങ്ങാണ് ഇരിക്കുന്നത്. ഞാൻ തിരിച്ച് ഇതിനെ വൈറ്റിലേക്ക് കൊണ്ടുവരുമ്പം അതിൻ്റെ ഗ്രാഫ് മാറുന്നുണ്ടല്ലേ. ജസ്റ്റ് ഞാനതിനെ ഈ ഒരു പോയിൻറ്റിനെ ജസ്റ്റ് ഗ്രാഫിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇത് നോക്കിക്കേ, ഇപ്പോൾ കോൺട്രാസ്റ്റ് കറക്റ്റ് അല്ലെന്നാണ് കാണിക്കുന്നത്. ഈ ലൈനിൻ്റെ താഴെ പോയാൽ മാത്രമേ കോൺട്രാസ്റ്റ് കറക്റ്റ് ആവുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ കോൺട്രാസ്റ്റ് ചെക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ വേറൊരു കളറായി. നമുക്ക് ഈ കളർ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന കളർ തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ജസ്റ്റ് ഇതിനെ ഇങ്ങനെ ഇതുപോലെയൊക്കെ മാറ്റി കൊണ്ടുവച്ച് നമുക്ക് നമ്മുടെ ഡിസൈനെ യോജിച്ച കളർ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം താഴോട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ഓൺ ദിസ് പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേജിൽ, ഈ ഒരു ഫുൾ പേജിൽ, ഫസ്റ്റ് ഈ പേജ് 1ൽ ഈ ഫുൾ പേജിൽ നമ്മൾ എത്ര ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്തോ ആ ഫ്രെയിംസിലൊക്കെ നമ്മൾ എന്തൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ കളറാണ് നമ്മളിവിടെ ഓൺ ദിസ് പേജിൽ കാണിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ iOS-ൻ്റെ കളർ പാലറ്റാണ്. iOS എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഐഫോണിൻ്റെ കളർ പാലറ്റാണ്. രണ്ടാമത് മെറ്റീരിയൽ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഡിസൈൻ്റെ കളർ പാലറ്റാണ് ഇത് കാണിക്കുന്നത്. മൂന്നാമത് സാമ്പിൾ ഡിസൈൻ സിസ്റ്റമാണ്. ഇവരെ തന്നെ നമുക്ക് സാമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡിസൈൻ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ. അതാണത് കാണിക്കുന്നത്. അതിപ്പോൾ നോക്കണ്ട. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഓൺ ദിസ് പേജാണ്. ഈ പേജ് നമ്മളൊരു ആപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിലൊരുപാട് കളർ നമ്മൾ ഡിസൈൻ ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്.